സുമേച്ചി, ഓ ഇവിടെ മഞ്ഞളുണ്ടോ? ദേ അപ്പുറത്തെ ചട്ടിയിലുണ്ട്. എന്തേ? മഞ്ഞൾ മണ്ണിനടിയിലാന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് വിശ്വാസം ആവണില്ലാന്നേ. എന്നാ പിന്നെ ഒന്ന് പറിച്ചു കാണിക്കാന്ന് വിചാരിച്ചു. പിന്നെ മഞ്ഞൾ കണ്ടിട്ടല്ലേ പിള്ളേര് ഡോക്ടറും കളക്ടറൊക്കെ ആവണം. എന്റെ സതീഷേട്ടാ, നിങ്ങൾ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. അല്ല, എല്ലാരും ഡോക്ടറും കളക്ടറും ആയാ മതിയോ? കുറച്ച് കൃഷിക്കാരൊക്കെ വേണ്ടേ? എന്തൊക്കെയായാലും സർക്കാർ സ്കൂളിലല്ലേ പഠിക്കുന്നത്, എന്ത് മാറ്റം വരാനാ? അതിന് നമ്മുടെ സ്കൂളൊക്കെ ഹൈടെക് ആയില്ല സതീഷേട്ടാ. പഴയ പോലെ പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകളില്ല. പ്രൈവറ്റ് സ്കൂളിനേക്കാൾ നല്ല കെട്ടിടങ്ങൾ വന്നു. പിന്നെ സ്മാർട്ട് ക്ലാസ്, നല്ല നല്ല ലൈബ്രറികള്. ഏട്ടൻ AC ഉള്ള ക്ലാസ്സിൽ കയറിയുണ്ടോ? ഓ ഇല്ല. ആ, അതാണ്. എന്നാലേ ഇപ്പൊ കേരളത്തിലുണ്ട് പിള്ളേര് അഭിമാനത്തോടെയാ സർക്കാർ സ്കൂളിൽ പോണേ. അതറിയാഞ്ഞിട്ടൊന്നുമല്ല. പണ്ട് സതീഷ് ചേട്ടനെ ഹൈസ്കൂളിന്റെ മുന്നിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടി ഉണ്ടായിരുന്നല്ലോ. അത് ഈ സർക്കാർ വന്നതിന് ശേഷമാ കച്ചവടം കൊണ്ട് കുറഞ്ഞു. അതിന്റെ ചുരുക്ക. അങ്ങനെ പറ. പിന്നല്ലാതെ എത്ര പാഠപുസ്തകങ്ങളെന്ന് അറിയോ ഈ കൈ കൊണ്ട് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ട്. 10 വർഷമായിട്ട് ഒരൊറ്റ പുസ്തകം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന്. വിട്ടുകള ചേട്ടാ. ഈ സ്കൂളെന്ന് വെച്ചാ പുതിയ തലമുറയെ വളർത്തിയെടുക്കാനല്ലേ. അവരല്ലേ നമ്മുടെ ഫ്യൂച്ചർ. അതുകൊണ്ട് എഡ്യൂക്കേഷനിൽ നോ കോംപ്രമൈസ്. പുതിയ തലമുറ ബുക്ക് നോക്കി പഠിക്കട്ടെ. നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. സന്ദേശം അയച്ചത് നല്ല ഭരണത്തിന്റെ ഭാഗം, നിയമലംഘനമില്ലെന്ന ഹൈക്കോടതി. പ്രതിപക്ഷത്തിന് വീണ്ടും തിരിച്ചടി. 5 വർഷം കൊണ്ട് യാഥാർത്ഥ്യമായത് 1 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപം. മോഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന ലോൺ ആപ്പുകാരുടെ ഭീഷണി. 21കാരൻ ജീവനൊടുക്കി. ജെറ്റ് സ്കീയും പാരസെയിലിംഗും ഇനി കുട്ടനാട്ടിൽ. വേമ്പനാട്ടു കായലിൽ ഇനി പറക്കാം, പായാം. കൈനക്കരി വട്ടക്കായലിൽ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി. ട്രാൻസ്പ്ലാന്റ് മരുന്നുകൾ ഇനി ഏറ്റവും വിലക്കുറവിൽ. 0 പ്രോഫിറ്റ് കൗണ്ടറുകൾ ആരംഭിച്ചു. ഒരാളും സ്വയം സ്ഥാനാർത്ഥി ചമയേണ്ട. കെ സുധാകരനെതിരെ VD സതീശൻ. അപ്രായോഗിക ഗ്യാരണ്ടികൾ ആന മടയത്തരം. കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ധാരണയില്ല. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ സമയമായെന്ന് സുപ്രീം കോടതി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സന്ദേശം അയച്ചത് നല്ല ഭരണത്തിന്റെ ഭാഗം, നിയമ ലംഘനമില്ലെന്ന് ഹൈക്കോടതി. പ്രതിപക്ഷത്തിന് വീണ്ടും തിരിച്ചടി. ജീവനക്കാർക്ക് DA സന്ദേശം അയച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ യാതൊരു നിയമ വിരുദ്ധതയുമില്ലെന്ന് ഹൈക്കോടതി. നല്ല ഭരണ നിർവഹണത്തിന്റെ ഭാഗമാണ് സന്ദേശം അയച്ചതെന്നും വിവരച്ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വിവര ചോർച്ച ആരോപിച്ച് കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളി. സ്പാർക്കിൽ നിന്നും ജീവനക്കാരുടെ വിവരം സർക്കാർ ചോർത്തിയെന്ന് ആരോപിച്ച് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച പ്രതിപക്ഷത്തിനും വലതുപക്ഷ മാധ്യമങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവ്. DA സന്ദേശം സ്വകാര്യതയുടെ ലംഘനമാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി മുഖവിലക്കെടുത്തില്ല. ശമ്പള സന്ദേശത്തിൻ്റെ ഭാഗമാണ് DA സന്ദേശമെന്ന സർക്കാരിൻ്റെ വാദം കോടതി ശരിവച്ചു. സന്ദേശത്തിൽ രാഷ്ട്രീയമില്ലെന്നും കോടതി വിലയിരുത്തി. സന്ദേശങ്ങൾ അയക്കുന്നതിൽ പൂർണ്ണമായ നിയന്ത്രണം IT മിഷനാണെന്നും ഇതിൽ മറ്റ് ഏജൻസികൾക്കും പങ്കില്ലെന്നും സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. ഭരണപരമായ ആശയവിനിമയം മാത്രമാണ് നടത്തിയതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഭരണത്തലവനെന്ന നിലയിലാണ് മുഖ്യമന്ത്രി വാട്സപ്പ് സന്ദേശം അയച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമാന്തര ഡാറ്റാബേസ് സൂക്ഷിക്കുന്നില്ല. ജീവനക്കാരുടെ വിവരമൊന്നും ചോർന്നിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. ക്ഷാമബത്ത അടക്കമുള്ള ആനുകൂല്യങ്ങളിൽ നിയമസഭയിൽ നൽകിയ വാക്ക് പാലിച്ചതോടെ ജീവനക്കാർക്ക് പ്രചോദനമെന്ന നിലയിലാണ് സന്ദേശം അയച്ചത്. മെറ്റയുടെ സ്വകാര്യത നയം കൂടി പാലിച്ചാണ് സന്ദേശങ്ങൾ അയച്ചതെന്ന് IT വകുപ്പ് അഡീഷണൽ സെക്രട്ടറി M രാജേഷ് കുമാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. ജെറ്റ് സ്കീയും പാരാസെയിലിംഗും ഇനി കുട്ടനാടിൻ്റെ വെമ്പനാട്ട് കായലിൽ ഇനി പറക്കാം, പായാം. കൈനക്കരി വട്ടക്കായൽ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി. കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ആലപ്പുഴയുടെ പെരുമ ഉയർത്തുന്ന കൈനക്കരി വട്ടക്കായൽ ടെർമിനൽ അഡ്വഞ്ചർ ടൂറിസം മന്ത്രി നാടിനെ സമർപ്പിച്ചു. ടൂറിസം മന്ത്രി PM മുഹമ്മദ് റിയാസ് വൈകിട്ട് 4 പദ്ധതി
വട്ടക്കായൽ ടെർമിനലിൽ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സ്വകാര്യ സംരംഭകരായ ആഫിയട്രൈറ്റ് സബ്ലി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സഹകരണത്തോടെയാണ് വട്ടക്കായൽ ടെർമിനൽ സാഹസിക ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്ന വിദേശികളും സ്വദേശികളുമായ വിനോദ സഞ്ചാരികൾക്ക് ജലസാഹസിക വിനോദങ്ങൾ കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ജെറ്റ് സ്കീം, കനോയിങ്, കയാക്കിംഗ്, സ്പീഡ് ബോട്ട്, ബനാന ബോട്ട്, പാരാസൈലിംഗ്, വാട്ടർ സ്കൂട്ടർ, പെഡൽ ബോട്ട് തുടങ്ങിയ ആധുനിക ജലസാഹസിക വിനോദോപാധികളും വിനോദസഞ്ചാരികൾക്കായി ലഘു ഭക്ഷണശാലകൾ ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രദേശവാസികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കുട്ടനാടിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകുന്നതിനും പദ്ധതി വലിയ പങ്ക് വഹിക്കുമെന്നാണ് കരുതുന്നത്. ട്രാൻസ്പ്ലാന്റ് മരുന്നുകൾ ഇനി ഏറ്റവും വിലക്കുറവിൽ സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ ആരംഭിച്ചു. സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ മുഖേന അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ രോഗികൾക്കുള്ള ട്രാൻസ്പ്ലാന്റ് മരുന്നുകൾ ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാക്കുന്നു. തിരഞ്ഞെടുത്ത 14 കാരുണ്യ ഫാർമസികളിലായി പ്രവർത്തിക്കുന്ന കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് കൗണ്ടറുകൾ മുഖേനയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിച്ചു. ഹെൽത്ത് ഹബ്, സംയോജിത കാരുണ്യ ഫാർമസി കൗണ്ടർ, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ശിലാസ്ഥാപനം തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഉയർന്ന വിലയുള്ള ആൻറ്റി ക്യാൻസർ മരുന്നുകൾ ഏറ്റവും വില കുറച്ച് ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് കാരുണ്യ സ്പർശം എന്ന നൂതന ആശയം കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കീഴിലുള്ള കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികൾ വഴിയാണ് നടപ്പിലാക്കിയത്. ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തൊട്ടാകെ 14 കാരുണ്യ ഫാർമസികളിൽ സീറോ പ്രോഫിറ്റ് ഹൈ വാല്യൂ ആൻറ്റി ക്യാൻസർ മെഡിസിൻ കൗണ്ടറുകൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് 14 ജില്ലകളിലെ 58 കാരുണ്യ ഫാർമസികളിൽ കൂടി കാരുണ്യ സ്പർശം കൗണ്ടറുകൾ ആരംഭിച്ചു. MRPയിൽ നിന്നും വളരെയധികം വില കുറവ്, ലാഭം ഒട്ടും എടുക്കാതെയാണ് ഈ കൗണ്ടറുകൾ വഴി മരുന്നുകൾ നൽകുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രി തിരുവനന്തപുരം, ഗവൺമെൻറ് വിക്ടോറിയ ആശുപത്രി കൊല്ലം, ജനറൽ ആശുപത്രി പത്തനംതിട്ട, മെഡിക്കൽ കോളേജ് ആശുപത്രി ആലപ്പുഴ, മെഡിക്കൽ കോളേജ് ആശുപത്രി കോട്ടയം, താലൂക്ക് ആശുപത്രി നെടുങ്കണ്ടം, ജനറൽ ആശുപത്രി എറണാകുളം, മെഡിക്കൽ കോളേജ് ആശുപത്രി തൃശ്ശൂർ, ജില്ലാ ആശുപത്രി പാലക്കാട്, തിരൂർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ജില്ലാ ആശുപത്രി മാനന്തവാടി, മെഡിക്കൽ കോളേജ് പരിയാരം, ജനറൽ ആശുപത്രി കാസർഗോഡ് എന്നിവിടങ്ങളിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികൾ വഴിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. ഒരാളും സ്വയം സ്ഥാനാർത്ഥിത്വം ചമയേണ്ട കെ സുധാകരനെതിരെ VT സതീശൻ. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയ ചർച്ച ചൂടുപിടിക്കുമ്പോൾ കോൺഗ്രസ് പോര് തുടരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച കെ സുധാകരനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VT സതീശൻ രംഗത്തെത്തി. ഒരാളും സ്വയം സ്ഥാനാർത്ഥി ചമയേണ്ടെന്നോ മത്സരിക്കണോ വേണ്ടയോ എന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും സതീശൻ പറഞ്ഞു. കെ സുധാകരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യം പോലും തീരുമാനിച്ചിട്ടില്ല. പാർട്ടി പ്രവർത്തകർ ചുമരെടുത്ത് തുടങ്ങട്ടെ എന്ന് വിളിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞതാണ്. പാർട്ടി തീരുമാനിക്കാതെ ചുമരെടുത്ത് നടത്താൻ കഴിയുമോ? തെറ്റായ ഒരു നടപടിയും അനുവദിക്കില്ല. ഒരാളും സ്ഥാനാർത്ഥിയെയും ഘടകകക്ഷികൾക്കുള്ള സീറ്റും തീരുമാനിക്കേണ്ട. അതിന് പാർട്ടി നേതൃത്വവും UDF നേതൃത്വവും ഉണ്ട്. ഹൈക്കമാൻഡുമായി ആലോചിച്ച് സീറ്റ് വിഭജനം നടത്തും. താഴെത്തട്ടിലല്ല സീറ്റ് വിഭജനം നടത്തേണ്ടത്. നേതാക്കളുടെ അറിവോടെ ഇത്തരം നടപടികൾ ഉണ്ടായാൽ നേതാക്കൾ ശാസിക്കപ്പെടും, VT സതീശൻ പറഞ്ഞു. കണ്ണൂരിൽ സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കാനിരിക്കുന്നതിന് മുമ്പ് സുധാകരൻ കഴിഞ്ഞ ദിവസം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി അവിടെ നടക്കട്ടെന്ന കണ്ണൂരിൽ താൻ മത്സരിക്കുമെന്നാണ് സുധാകരൻ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി സതീശൻ രംഗത്തെത്തിയത്.
സ്ത്രീ പദവി പഠനം തുടർപ്രവർത്തന ശില്പശാല നടത്തി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ത്രീ പദവി പഠനത്തിന്റെ തുടർപ്രവർത്തന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബോബി അണച്ചേരിയിൽ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കിലയുടെ സഹായത്തോടെ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്ത്രീ പദവി പഠനം പൂർത്തിയാക്കിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സമ്പൂർണ്ണ സ്ത്രീ സൗഹൃദ ജില്ല എന്ന ലക്ഷ്യവുമായി തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതമായ പൊതുസ്ഥലങ്ങൾ, തുല്യാവസരങ്ങൾ, തുല്യ സാമൂഹ്യ പങ്കാളിത്തം, സാമ്പത്തിക സാക്ഷരതയും സ്വാതന്ത്ര്യവും, സുരക്ഷാ സംവിധാനങ്ങൾ, സ്ത്രീ സൗഹൃദ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ കാര്യങ്ങളാണ് പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞൈഷ മുഖ്യ അതിഥിയായി. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KPN അമൃത പദ്ധതി അവതരിപ്പിച്ചു. കില റിസോഴ്സ് പേഴ്സൺമാരെ TM ഷിഹാബ്, KP സന്തോഷ് എന്നിവർ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രജനി മോഹൻ, P രവീന്ദ്രൻ, A പ്രദീപൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ് ML, LSGD ജോയിന്റ് ഡയറക്ടർ VT പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് KV മുകുന്ദൻ, ജില്ലാ വനിതാ വികസന ഓഫീസർ P ഡീന ഭരതൻ, വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1 ലക്ഷം കോടി രൂപയിലധികമുള്ള നിക്ഷേപ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതായി മന്ത്രി P രാജീവ് പറഞ്ഞു. 27,158 കോടി രൂപ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായും 55,000 കോടി രൂപ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വഴിയും ഏകദേശം 15,000 കോടി രൂപ മീറ്റ് ദ ഇൻവെസ്റ്റർ പരിപാടിയിലൂടെയും വന്ന നിക്ഷേപമാണ്. ഇതിൽ മിക്ക പദ്ധതികളുടെയും നിർമ്മാണം ആരംഭിച്ചതായും ബാക്കി പദ്ധതികൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 5 വർഷം സാക്ഷ്യം വഹിച്ചത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ രാജ്യത്ത് തുടർച്ചയായി ഒന്നാമതെത്താൻ കേരളത്തിനായി. രാജ്യത്ത് ആദ്യമായി ESG വ്യവസായ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം. ദാവോസ് ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളത്തിന് കൂടുതൽ നിക്ഷേപ സാധ്യതകൾ തുറന്നിടാൻ സഹായിച്ചതിലെ പ്രധാന ഘടകം ESG നയമാണ്. ലോജിസ്റ്റിക്സ്, കയറ്റുമതി, ഗ്രാഫീൻ നയങ്ങൾ കേരളത്തിന് നടപ്പാക്കാൻ സാധിച്ചതും ഇതിലൂടെയാണ്. 3 സംരംഭക വർഷം കഴിഞ്ഞപ്പോൾ 4,06,606 MSMEകൾ പുതുതായി ആരംഭിച്ചു. ഇതിലൂടെ 27,158 കോടി നിക്ഷേപവും 8,66,162 തൊഴിലവസരം സൃഷ്ടിക്കാനായി. 6,677 കോടി രൂപയുടെ നിക്ഷേപം കിൻഫ്ര വഴി വന്നു. സ്വിഫ്റ്റ് ഏകജാലക ക്ലിയറൻസ് സംവിധാനം നടപ്പാക്കിയത് വ്യവസായ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുന്നതിന് സഹായകമായി. ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്ക് പിഴ ഏർപ്പെടുത്തി പരാതി അധികാര സംവിധാനം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ചെറുകിട വ്യവസായങ്ങൾക്ക് KSIDC 200 കോടി രൂപ വായ്പ നൽകി. MSME ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി. 51 സ്വകാര്യ വ്യവസായ പാർക്കുകളിലൂടെ 560 ഏക്കറോളം സ്ഥലം വ്യവസായ മേഖലയ്ക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. 11 ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് അനുമതി നൽകി. പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. പൊതുമേഖലയിൽ നിയമനത്തിനായി പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡ് കൊണ്ടുവന്നു. ഈ വർഷത്തെ കണക്കെടുത്താൽ 25 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ലാഭത്തിലുള്ളത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. KPBLന്റെ പ്രവർത്തനം ലാഭത്തിനായി പരമ്പരാഗത വ്യവസായ മേഖലയെ മികവിലേക്ക് ഉയർത്താനായെന്നും അദ്ദേഹം പറഞ്ഞു. സൈനേജ് മെറ്റീരിയലുകൾക്ക് നിയന്ത്രണം കർശനമാക്കി. സംസ്ഥാനത്ത് സൈനേജ് ബോർഡുകൾക്കും പരസ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ കാര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതായി ശുചിത്വ മിഷൻ അറിയിച്ചു. മാലിന്യീകരണ നിയന്ത്രണ ബോർഡ് അംഗീകരിച്ച 100% കോട്ടൺ, പോളിത്തീൻ മെറ്റീരിയലുകൾ മാത്രമേ വിൽക്കാനോ പ്രിന്റ് ചെയ്യാനോ പാടുള്ളൂ. കൊറിയൻ ക്ലോത്ത് തുടങ്ങിയ പേരുകളിൽ വിപണിയിലുള്ള ഒരു തരത്തിലുള്ള ക്ലോത്ത് മെറ്റീരിയലിനും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. അതിനാൽ തുണിയിലുള്ളതെന്ന് അവകാശപ്പെടുന്ന പ്രചരണ ബോർഡുകൾ കണ്ടെത്തിയാൽ പിഴ ഈടാക്കുകയും അവ പിടിച്ചെടുക്കുകയും ചെയ്യും. സോളാർ പ്ലാന്റ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം 12 മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്ഥാപിക്കുന്ന സോളാർ പ്ലാന്റ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി മാർച്ച് 12 രാവിലെ
10:30 രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് PM അഖിൽ അധ്യക്ഷനാകും. മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിയുടെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഡോക്ടർ V ശിവദാസൻ MP, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ എന്നിവർ മുഖ്യ അതിഥികളാകും. പരിപാടിയോടനുബന്ധിച്ച് അന്നേ ദിവസം സ്പോർട്സ് കോൺക്ലേവ് സംഘടിപ്പിക്കും. ഓൺലൈൻ ലോൺ ആപ്പ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് 21-കാരൻ ജീവനൊടുക്കി. ആര്യനാട് സ്വദേശി ആനന്ദ് സച്ചു 21 മരിച്ചത്. ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് മോഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു നൽകിയതിൽ മനംനൊന്താണ് ആനന്ദ് ആത്മഹത്യ ചെയ്തെന്നാണ് വിവരം. ഈ മാസം 6-ന് വീടിനുള്ളിൽ ആസിഡ് കഴിച്ചു ആത്മഹത്യ ശ്രമിച്ച ആനന്ദിനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചിരുന്നു. ചികിത്സയ്ക്കിരിക്കെ തിങ്കളാഴ്ച രാവിലെയാണ് മരണം. സഹോദരിയുടെ മോഫ് ചെയ്ത ചിത്രവും പ്രചരിപ്പിക്കുമെന്ന ലോൺ ആപ്പ് മാഫിയ ഭീഷണിയെ തുടരുന്നു. ആനന്ദ് കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടതായാണ് വിവരം. പണം കടമെടുത്തതിന് പിന്നാലെ ആനന്ദിന് നിരന്തരമായി ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. പണം നൽകാതിരുന്നതോടെ സ്വകാര്യ ചിത്രങ്ങൾ മോഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ ആര്യനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുടുംബം സൈബർ സെല്ലിലും പരാതി നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ യുവാക്കളെ കെണിയിൽപ്പെടുത്തുന്ന ലോൺ ആപ്പുകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബിഗ്രിയൻ പറമ്പ് ആധുനിക വാതക ശ്മശാനത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ബിഗ്രിയൻ പറമ്പ് ആധുനിക വാതക ശ്മശാനത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിക്കും. കിഫ്ബി ഫണ്ടിൽ നിന്നും 1.25 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. LPG റൂമും എക്സിക്യൂരിറ്റി റൂമും ഓഫീസ് റൂമും സെക്യൂരിറ്റി ജനറേറ്റർ റൂമും പാർക്കിംഗ് സൗകര്യവും ഗാർഡൻ, വിളക്കുകൾ, ശുചിമുറി, ചുറ്റുമതിൽ, ഡ്രെയിനേജ്, ഇന്റർലോക്ക്, ടൈൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. LPG അധിഷ്ഠിത ആധുനിക ഗ്യാസ് ശ്മശാനത്തിൽ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തിലധികം ശവസംസ്കാര പ്രക്രിയ സുഗമമായി നിർവഹിക്കുന്നതിന് സാധിക്കും. സംസ്കാരത്തിന് ശേഷം ചടങ്ങുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. കല്യാശ്ശേരി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 50 സെന്റ് സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ഓമന പങ്കൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ബബിതകുമാരി മുഖ്യാതിഥിയായി. കല്യാശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C പ്രദീപൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PP ജലജ, KV മിനി, K സുധാകരൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K സനീഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TT ബാലകൃഷ്ണൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ലക്ഷ്മണൻ, കൂനത്തറ മോഹനൻ, K ഗോപി, MP ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി ജീവനക്കാർ 2 മണിക്കൂർ ജോലി ബഹിഷ്കരിച്ചു. വൈദ്യുതി നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള യൂണിയൻ സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് വൈദ്യുതി ജീവനക്കാർ നാഷണൽ കോഓർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ 2 മണിക്കൂർ ജോലി ബഹിഷ്കരിച്ചു. വിവിധ സംഘടനകളുടെ സംയുക്ത സമരവേദിയാണ് NCCEO. കണ്ണൂർ വൈദ്യുതി ഭവനിൽ നിന്നും നഗരത്തിൽ പ്രകടനം നടത്തി. കാൽടെക്സ് നടന്ന പൊതുയോഗം കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി K അരവിന്ദ് കുമാർ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ കണ്ണൂർ ജില്ലാ സെക്രട്ടറി CP ഷൈജൻ, KSCB വർക്കേഴ്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി C ഷൈജു, KSCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി C ജഗദീശൻ, KSCB പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K പവിത്രൻ, ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. KSCB WA ഡിവിഷൻ സെക്രട്ടറി A സമീർ സ്വാഗതവും പറഞ്ഞു. ഇലക്ട്രിസിറ്റി പോളിസിയും ഇലക്ട്രിസിറ്റി അമെന്റ്മെന്റ് ബിൽ 2025 പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പകൽ വെളിച്ചമായി വ്യക്തമാണ്. അത് നേരത്തെയുള്ള സോളാർ നീക്കം ശക്തമായി തുടരുന്നത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇത് ഈ മേഖലക്കകത്തുള്ള ജീവനക്കാരെയോ തൊഴിലാളികളെയോ ബാധിക്കുന്നതിനേക്കാൾ അപ്പുറം ഇത് ബാധിക്കാൻ പോകുന്നത് ഈ രാജ്യത്തുള്ള സാധാരണക്കാരെയാണ്.
പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ ആരോഗ്യ കുടുംബ ക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ച ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ്, ആനിമൽ ഹൗസ്, സെൻട്രൽ റിസർച്ച് ലബോറട്ടറി, നവീകരിച്ച ക്യാമ്പസ് റോഡ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. എം.വി. ജിൻ MLA അധ്യക്ഷത വഹിച്ചു. ആയുർവേദ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ടി.ഡി. ശ്രീകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് നിർമ്മാണത്തിനായി 2 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 3 നിലകളിലായി 521 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ 12 ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 കോടി രൂപ ചെലവഴിച്ചാണ് സെൻട്രൽ റിസർച്ച് ലബോറട്ടറി കെട്ടിടം നിർമ്മിച്ചത്. 21 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള കെട്ടിടത്തിൽ 4 ലാബ് മുറികളും ഓഫീസ് റൂമും ടോയ്ലറ്റ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആശിഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം M.V. കോമളവല്ലി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P.R. ഇന്ദുകല, അഖില കേരള ഗവൺമെന്റ് ആയുർവേദ കോളേജ് അധ്യാപക സംഘടനാ ഭാരവാഹി ഡോക്ടർ ജെനിൻജിത്ത്, KGO ഭാരവാഹി ഡോക്ടർ ജയകൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ V.K.V. കൃഷ്ണൻ, SDS അംഗങ്ങളായ P.P. ദാമോദരൻ, K.P. ജനാർദ്ദനൻ, സുധീഷ് കടന്നപ്പള്ളി, T. രാജൻ, CBK സന്തോഷ്, ജോസ് പളപ്പറമ്പിൽ, PTA പ്രസിഡന്റ് സുലൈമാൻ, NGO യൂണിയൻ പ്രതിനിധി K. ഉണ്ണികൃഷ്ണൻ, NGO അസോസിയേഷൻ പ്രതിനിധി C.T. സ്മിത, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അമൃത S. രാജ്, ഡോക്ടർ ഗുൽഷൻ, ഡോക്ടർ ഷിഖ പാണ്ഡെ എന്നിവർ സംസാരിച്ചു. കാർഷിക യന്ത്രങ്ങൾ വിതരണം ചെയ്തു. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രൂപ്പുകൾക്കുള്ള കാർഷിക യന്ത്രങ്ങളുടെ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. കാർഷിക മേഖലയിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കുക, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പവർ ടില്ലറും 4 അനുബന്ധ സാമഗ്രികളും 1 നടീൽ യന്ത്രവും 4 മെതിയന്ത്രങ്ങളും 12 സ്പെയറുകളുമാണ് വിതരണം ചെയ്തത്. 2025-26 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ ഇനത്തിൽ 11,98,160 രൂപയും ഗുണഭോക്തൃ വിഹിതമായി 1,33,129 രൂപയും ഉൾപ്പെടെ ആകെ 13,31,289 രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട 12 പാടശേഖര സമിതികളാണ് ഈ വർഷം ഗുണഭോക്താക്കളായിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. പ്രദീപൻ അധ്യക്ഷനായി. കൃഷി വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. രമ്യ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബോബി അണച്ചേരി, ജില്ലാ പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ്, സെക്രട്ടറി ഇൻചാർജ് K. V. മുകുന്ദൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആതിര സജി എന്നിവർ പങ്കെടുത്തു. അപ്രായോഗിക ഗ്യാരണ്ടികൾ ആന മടയത്തരം. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ധാരണയില്ലെന്ന് തോമസ് ഐസക്. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ധാരണയില്ലെന്ന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നിന്നും വ്യക്തമായെന്ന് ഡോക്ടർ TM തോമസ് ഐസക്. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ കണക്കുകൾ പ്രകാരം കോർപ്പറേറ്റ് ആഡംബര ആശുപത്രികളെ മാറ്റി നിർത്തിയാൽ 99.9% ചികിത്സകൾക്കും 5 ലക്ഷം രൂപയിൽ താഴെയാണ് വരുന്നത്. ഹൃദയ ശസ്ത്രക്രിയക്ക് 1.5 മുതൽ 3.5 ലക്ഷം വരെയും, ക്യാൻസർ ചികിത്സകൾ 2 മുതൽ 4 ലക്ഷം വരെയാണ് സാധാരണയായി ചിലവാകുന്നത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള ചുരുക്കം കേസുകളിൽ മാത്രമേ 5 ലക്ഷത്തിന് മുകളിൽ തുക ആവശ്യം വരുന്നുള്ളൂ. അതായത് വെറും 0.1% രോഗികൾക്ക് മാത്രം ആവശ്യമുള്ള ഒരു ഉയർന്ന പരീക്ഷയ്ക്ക് വേണ്ടി സംസ്ഥാനം ഭീമമായ തുക പ്രീമിയമായി നൽകുന്നത് ആനമടയത്തരമാണ്. ഈ 0.1% കേസുകൾക്ക് വേണ്ടി പ്രത്യേക സ്കീമിന് രൂപം നൽകുകയാണ് വേണ്ടതെന്ന് തോമസ് ഐസക് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് ധാരണയില്ല എന്നത് ഇതിലൂടെ വ്യക്തമായെന്നും ഐസക് കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ പരിചിതമായ വടക്കേ ഇന്ത്യ പോലെയോ അല്ലെങ്കിൽ കർണാടക, തെലുങ്കാന പോലെയോ ഒന്നും അല്ല കേരളത്തിൻ്റെ സംവിധാനം. ഇൻഷുറൻസിലൂടെ ആരോഗ്യ സേവനം ഉറപ്പുവരുത്തല്ല കേരളത്തിൻ്റെ മാതൃകയെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. മറിച്ച് ബ്രിട്ടനിലെ NHS പോലെ പൊതു ആരോഗ്യ സംവിധാനത്തിലൂടെ എല്ലാവർക്കും സേവനം ഉറപ്പുവരുത്തിയാണ് കേരളത്തിൻ്റെ മാതൃക. അങ്ങനെയിരിക്കെയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസുമായി മോഡി വന്നത് എന്ന് വെച്ചാൽ സ്വകാര്യ മേഖല അടക്കം
ഇവിടെ ചെന്ന് ചികിത്സ നേടിയാലും ഇൻഷുറൻസ് കമ്പനി പണം നൽകും. ഇൻഷുറൻസ് കമ്പനിക്ക് പ്രീമിയം പണം നൽകുന്നത് ആവട്ടെ സർക്കാരും. 12 ലക്ഷം പേർക്ക് BPL കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ 60% കേന്ദ്ര സർക്കാരും തരും. ബാക്കി നമ്മൾ എടുക്കണമെന്ന് തോമസ് ഐസക് കുറിച്ചു. ഈ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്ന് ഏറെ ആലോചിച്ചു അവസാനം കണ്ടെത്തിയ മാർഗമാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 12 ലക്ഷം കുടുംബങ്ങൾക്കല്ല, 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ അവകാശം ഉണ്ടാവുക. 30 ലക്ഷം കുടുംബങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ യാതൊരു സഹായവും ഇല്ലാതെ സംസ്ഥാനം തന്നെയാണ് ആരോഗ്യ ആനുകൂല്യം നൽകുന്നത് എന്നും തോമസ് ഐസക് പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ സമയമായെന്ന് സുപ്രീം കോടതി. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ സമയമായെന്ന് സുപ്രീം കോടതിയുടെ പരാമർശം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷരായ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ് സുപ്രധാനമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് പാർലമെൻറ്റ് പരിഗണിക്കട്ടെയെന്നും കോടതി പരാമർശിച്ചു. 1937 ശരിയത്ത് നിയമത്തിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്തുള്ള കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്ന് ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് വിവേചനം സൃഷ്ടിക്കുന്ന ശരീഅത്ത് നിയമത്തിൻ്റെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയായിരുന്നു സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഇന്ന് വന്നത്. ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാക്തിയ, ആർ മഹാദേവൻ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ഏകീകൃത സിവിൽ നിയമം ആണ് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യം എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഓരോ മതവുമായി ബന്ധപ്പെട്ട വ്യക്തി നിയമങ്ങളെക്കാളും മെച്ചപ്പെട്ടത് ഒരു ഏകീകൃത സിവിൽ നിയമമാണെന്നും പരാമർശമായത് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ ഹർജിക്കാരൻ മുന്നോട്ട് വച്ച ശരീഅത്ത് നിയമത്തിലെ വ്യവസ്ഥകൾ റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിയമത്തിന് ഒരു ശൂന്യത സൃഷ്ടിക്കും എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. വ്യവസ്ഥകൾ റദ്ദാക്കിയാൽ മുസ്ലിം പിന്തുടർച്ച അവകാശത്തെ സംബന്ധിക്കുന്ന മറ്റ് വ്യവസ്ഥകൾ ഒന്നും തന്നെ ഇല്ലാതാകും. ഈ സാഹചര്യത്തിലാണ് അതിലേക്ക് കടക്കുവാൻ കോടതി വിസമ്മതിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഏകീകൃത സിവിൽ നിയമനിർമ്മാണ സഭകൾ പരിഗണിക്കണമെന്ന അഭിപ്രായം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.